ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ രാവിലെ നീച്ചപ്പോൾ നല്ല മഴയായിരുന്നു. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. അപ്പോൾ നീക്കാനും നല്ല നേരം വൈകി 8:30 ആയിട്ടോ നീക്കാൻ വേണ്ടിയിട്ട്. നീച്ച് ഞാൻ ബാക്കിൽ വന്ന് നോക്കുമ്പോൾ ഭയങ്കര മഴയാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ രേഷ്മയുടെ വീടിൻ്റെ കുടിയിരിക്കലാണ്. രേഷ്മയുടെ വീടിൻ്റെ മുന്നത്തെ വ്ളോഗ് കണ്ടവർക്കൊക്കെ മനസ്സിലാവും. കാരണം അതിൻ്റെ വീട് പണി തൊട്ട് നമ്മളെല്ലാതും അവളുടെ കൂടെ എടുത്തിട്ടുണ്ട്. അവളുടെ വീടിൻ്റെ തറപ്പണി തൊട്ടിട്ട് നമ്മൾ ഫുള്ള് അവിടെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വീട്ടിലേക്ക് കയറിയിട്ട് കുറേ. അപ്പോൾ അവൾ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ പരിപാടി നടത്താണ്. അവളിപ്പോൾ ഏകദേശം ഒരു സെപ്റ്റംബറൊക്കെ വന്നു കഴിഞ്ഞാൽ അവൾ കയറി ഇരിക്കൽ തുടങ്ങിയിട്ട് ഒരു കൊല്ലമൊക്കെ ആവാനായി. അപ്പോൾ ഇപ്പോഴാണ് പരിപാടി നടത്തുന്നത്. അപ്പോൾ നോക്കുമ്പോൾ എന്തൊരു മഴയെന്നറിയോ, നല്ല മഴ. അപ്പം ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. രാവിലെ ചായക്കുള്ളതൊക്കെ ഉണ്ടാക്കി, ഉച്ചയ്ക്ക് ചോറൊന്നും ഉണ്ടാക്കിയില്ല. അപ്പം എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുമല്ലേ, അപ്പോൾ അവിടെ നിന്ന് കഴിക്കുമല്ലോ. പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ അവരെ കൂട്ടുകാരൻ്റെ ഏട്ടൻ്റെ വീടിരിക്കലുണ്ട്. അപ്പോൾ അവരങ്ങനെ അങ്ങോട്ട് പോവും. അപ്പോൾ പിന്നെ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ നോക്കുമ്പോൾ തിരുമ്പാറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ ഭയങ്കര മഴയാണ്. അങ്ങനെ ഞാൻ വേഗം അവനോട് പറഞ്ഞു പോയിട്ട് റെയിൻ കോട്ട് മേടിച്ചിട്ട് വരാൻ കടയിൽ നിന്ന്. അങ്ങനെ അവൾ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ ഇട്ടിട്ട് തിരുമ്പണ് പറഞ്ഞപ്പോൾ ദീപചേച്ചി ഇട്ടിട്ട് തിരുമ്പൽ തുടങ്ങിയിട്ടോ. ദീപചേച്ചി അവിടെ തിരുമ്പൽ തുടങ്ങി. ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഓടുന്നു. അത്രയ്ക്ക് വെള്ളമാണ് അവിടെ. ഇത് വെള്ളമെന്നറിയോ, അതിൽ കൂടെ നടക്കണം. നല്ല വഴുക്കലുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞാനെന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് ഞാൻ റെയിൻ കോട്ട് ഇടുന്നത്. അതിടുന്നത് ഈ തിരുമ്പാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ റെയിൻ കോട്ടൊക്കെ ഇട്ടു. അപ്പം ഞാൻ ദിയോട് പറഞ്ഞു തന്നാൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക. എന്താ വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഇടണതും. അപ്പോൾ എനിക്ക് കാണാമല്ലോ. അങ്ങനെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ ഞാനതൊക്കെ ഇട്ടിട്ട് ഡ്രസ്സെല്ലാം കഴുകി. എന്നിട്ട് പിന്നെ അവിടെ ആ ഷീറ്റിട്ട ഭാഗത്ത് എല്ലാം ഇട്ടു. കാരണം നമുക്ക് വേറെ സ്ഥലമില്ല. പിന്നെ മേലെയും താമസക്കാരുണ്ട്. ഇത് ക്വാർട്ടേഴ്സാണല്ലോ, ഞാൻ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. താഴെ 2 ഞാനും ദീപചേച്ചി. പിന്നെ മേലെ ഞങ്ങളന്ന് പുഴയ്ക്ക് പോയ പ്രിയ ചേച്ചി ഷൈനി ചേച്ചി അവരുടെ വീടാണ്. അപ്പം എനിക്കും പ്രിയ ചേച്ചിക്കാണ് ഈ കല്ല്, ദീപചേച്ചിക്കും ഷൈനി ചേച്ചിക്കും അപ്പുറത്തുള്ള കല്ല്. അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഓണറുടെ മകൻ്റെ വീടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കണം. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാൻ സ്ഥലമില്ല. പക്ഷെ മഴ മാറിക്കഴിഞ്ഞാൽ അവിടെ പറ്റും. പക്ഷെ നല്ല ചളിയായിരിക്കും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ തിരുമ്പലൊക്കെ വേഗം കഴിച്ചു. അങ്ങനെ വേഗം പോയിട്ട് കുളിച്ച് ഡ്രസ്സെല്ലാം മാറിയിട്ട് നമ്മളൊരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി. മഴ മാറും വിചാരിച്ച് നമ്മളിങ്ങനെ കുറേ നേരം നിന്നു. പക്ഷേ ഇത് മാറണ ലക്ഷണമല്ല, ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ എല്ലാവരും വരാൻ പറഞ്ഞു. നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് അവൾക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ കയ്യിൽ. ഞാൻ മുന്നേ അവിടെ അന്നിരുന്നപ്പോൾ തന്നെ അവൾക്ക് ഞാൻ ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രാവശ്യം ഒന്നും മേടിച്ചില്ല. അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് മേടിച്ചതാണത്. ക്ലോക്കാട്ടാണ് മേടിച്ചത്. അപ്പോൾ നമ്മളതൊക്കെ ഇട്ട് കുടയൊക്കെ പിടിച്ചിട്ട് പോവുകയാണ്. അമിത് ഇവിടെ ഇല്ല. അമിത് അവൻ്റെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞു. നമ്മൾ പോണ റൂട്ടാട്ടോ. ഇതൊക്കെ കനാൽ വഴിയാണ്. നമ്മൾ ഫുള്ള് വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. പക്ഷെ അങ്ങനെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് നമുക്കൊന്നും വെള്ളം കയറില്ല കേട്ടോ. അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എല്ലായിടത്തും വെള്ളം നിറഞ്ഞു നിൽക്കും. പാടത്തും പിന്നെ ഈ കനാലിലൊക്കെ അങ്ങനെ നിറയെ വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ അത് അങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ദിയയുടെ കയ്യിലാണ് കേട്ടോ ഫോൺ. അപ്പോൾ ഞാൻ ദിയയുടെ കയ്യിൽ കൊടുത്തു. ഞാൻ നടക്കാൻ പറഞ്ഞു. ഇതാണ് അവളെ രേഷ്മയുടെ വീട്ടിലേക്കുള്ള വഴി. ആ താഴത്തേക്കുള്ള വഴി നേരെ പുഴയ്ക്കാണ്. രേഷ്മയുടെ വീടിൻ്റെ ബാക്കിൽ പുഴയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. അതിൻ്റെ ബാക്കിൽ കായലാണ്. അങ്ങനെ എല്ലാതും വെള്ളത്തോട് ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഇതാണ് രേഷ്മയുടെ വീട്. അതിൻ്റെ അപ്പുറത്ത് ഓടിട്ടത് അവളെ ഹസ്ബൻഡിൻ്റെ വീട്, എന്നുവെച്ചാൽ തറവാട്. അവിടെ അവളുടെ ഹസ്ബൻഡിൻ്റെ അനിയനും അവളെ അമ്മായിമ്മയുണ്ട്. ഇതാണ് അവളുടെ വീട്. നമ്മളിതിൻ്റെ മുന്നിൽ ഇഷ്ടം പോലെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ പുഴയ്ക്ക് ഇറങ്ങലും പിന്നെ ഇതുപോലെ ഇങ്ങനെ അവിടെ പോയിട്ട് ഓരോ വീഡിയോസ് എടുക്കൽ, അവളെ വീട്ടിലേക്ക് പോയിട്ടുള്ള കുറേ വീഡിയോസ് എടുക്കൽ, ഇതന്നെയായിരുന്നു പണി. മുന്നത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫുള്ള് രേഷ്മി, ഞാനും അവളുടെ വീടും ഞങ്ങൾ പിള്ളേരും കൂടിയിട്ടുള്ള ഫുള്ള് വീഡിയോസ് ആയിരിക്കും. ഇതാ വീട്. ഇതാണ് രേഷ്മ കേട്ടോ. ഇതാണ് രേഷ്മ. അപ്പോൾ അവളിനോട് പറയാണ്, എന്താ നീ നേരെ വഴിക്കെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല മഴയായിരുന്നില്ലേ, എങ്ങനെ അതുകൊണ്ടാണ് വരാൻ പറ്റാഞ്ഞെന്നൊക്കെ പറഞ്ഞു. ഞാൻ എത്തുമ്പോൾ 12:30 കഴിഞ്ഞു. പിന്നെ ഇതാണ് വീട്. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് കാണിച്ചതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ അവളെ അമ്മ, മേമ്മമാർ, വല്യമ്മമാർ അവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്. കാരണം എൻ്റെ അമ്മയും രേഷ്മയുടെ അമ്മയും
ചേച്ചി അനിയത്തിയ സ്വന്തമല്ല, ചെറിയ ചേച്ചി വല്യച്ഛൻ അങ്ങനെ ഇതാണ്. അപ്പോൾ അവരൊക്കെ എന്നെ അറിയാം, അമ്മേനെ അറിയാം, എല്ലാവരും അറിയാം. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു. അപ്പോഴേക്കും പിന്നെ ഞങ്ങളുടെ ടീമേർ വന്നു, ഞങ്ങളുടെ ടീം അംഗങ്ങളെല്ലാം എത്തി. അപ്പം നമ്മൾ അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആ സമയത്ത് ഇത്തിരി മഴ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇത് ശാന്തീശ്വരം മോളാട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് വീഡിയോ എടുക്കല്ലേ ചേച്ചി പറയുന്നുണ്ട്. ഇത് രേഷ്മയുടെ അച്ഛനാണ്. അപ്പോൾ രേഷ്മയുടെ അച്ഛൻ എഴുന്നേച്ചപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങളിരുന്ന് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ശാമിലി വന്നിട്ടുണ്ട്. ശാമിലി വന്നു. പിന്നെ അവനിയുടെ ക്ലാസ്സിലൊരു കുട്ടീനെ പ്രണവ് പറഞ്ഞിട്ട് അവളെ വേണ്ടിയിട്ട് ഞാൻ നല്ല കമ്പനിയാണ്. അപ്പം അവർ വന്നിട്ട് അവരോടൊക്കെ സംസാരിച്ചു. ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം നല്ല മഴയായിരുന്നു ആ സമയത്ത്. ഇത് ശ്രീഹർഷാണ്. ഇത് രേഷ്മയുടെ മാമൻ്റെ മോനാണ്. ഒപ്പം എൻ്റെ ബന്ധുവാണ്. പക്ഷെ ഞാനും അവനും ഒപ്പം 1 മുതൽ 10 വരെ ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ ഒരു ബന്ധം കൂടിയാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞാൽ ഇത് യൂട്യൂബിലിടാനാണ്, എന്നെ ഞാൻ വൈറലാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ വീഡിയോ എടുത്തു. എന്നിട്ട് ശാമിലി അവളെ ഹസ്ബൻഡ് 2 പിള്ളേർ. എന്താണ് അവൾക്ക് ഡെങ്കിപ്പനിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, മാറിയെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ബാക്കിലുള്ള പാടല്ലേ, ആ പാടത്തേക്ക് വന്നതാണ്. പാടത്ത് വന്ന് വെറുതെ ഇങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു. ചളിയിലൊക്കെ കളിച്ച് അമിത്തലി വീണു കേട്ടോ. വീണും ബാക്കൊക്കെ ആകെ നനഞ്ഞു. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ രാജേഷ് ചേട്ടൻ വന്നു, ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ പിന്നെ അങ്ങനെ പോയി. പിന്നെ മഴ തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് നല്ല മഴ തന്നെയായിരുന്നു, പെരും മഴ. ഇവർ മീൻ പിടിക്കാൻ നോക്കുകയാണ് അവനും ടീയും കൂടിയിട്ട്. പക്ഷെ ഒരു കുന്തവും കിട്ടിയില്ല. ഇനിയിപ്പോൾ നാളെ സ്കൂളുണ്ടാവില്ലേ വിചാരിച്ച് ഞാൻ കുറേ ന്യൂസൊക്കെ നോക്കി. പക്ഷെ നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് അവധിയൊന്നും കണ്ടില്ല. പക്ഷെ ഇവിടെ നല്ല മഴ ഉണ്ട് കേട്ടോ, നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ ഉണ്ട്. മീനൊന്നും ഇവർക്ക് കിട്ടിയില്ല കേട്ടോ, വെറുതെ കൊടുന്നിട്ട് നോക്കി, മീനൊന്നും കിട്ടിയില്ല. അത്ര തന്നെ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അത്ര തന്നെ ഉണ്ടായുള്ളൂ. നല്ല ഇതായിരുന്നു, നല്ല വീടിരിക്കലൊക്കെ അടിപൊളി. ബിരിയാണി ആയിരുന്നു, ബിരിയാണി സൂപ്പർ ബിരിയാണി ആയിരുന്നു. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. വേറെ ഒന്നുമില്ല. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.